ഇത് ഞാൻ പണ്ടത്തെ ഉള്ള മുഖമാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ നിന്ന് ഇപ്പോഴത്തെ ഫോട്ടോ നിങ്ങൾക്കിപ്പോൾ കാണാം. എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയോ. ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. ഇതിൻ്റെ ഓരോ ട്രാൻസ്ഫോർമേഷനും നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഫുൾ ട്രാൻസ്ഫോർമേഷനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക നിങ്ങൾക്ക്. ഇപ്പോഴത്തതും അപ്പോഴത്തതും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് അതിലോട്ട് മാറിയത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുക. ഞാൻ എൻ്റെ പഴയ ഫോട്ടോ നിങ്ങൾക്ക് ആദ്യം തുടങ്ങി തന്നെ നിങ്ങൾ കണ്ടു കാണും. ഞാൻ അതിട്ടിട്ടാണ് വീഡിയോ കഴിഞ്ഞത്. അത്ര നല്ല കറുത്ത മുഖമായിരുന്നു. ആ കറുത്ത കളർ ഞാനിപ്പോൾ മുഖത്തിലോട്ട് എങ്ങനെയായി എന്നെല്ലാം ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങനെ റിസൾട്ട് വരണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അതനുസരിച്ച് ചെയ്യണം. അപ്പം ഞാൻ എന്തൊക്കെയാണ് അതിന് വേണ്ടി വേണ്ടത്, എന്തൊക്കെ ചെയ്യണം, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനെല്ലാം കഴിഞ്ഞിട്ട് ഇത് കാണിച്ചിട്ട് ഞാൻ ബാക്കിയിരുന്ന് സംസാരിക്കാം. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി എല്ലാം കഴിഞ്ഞിട്ട് വരാം. ആദ്യം നമ്മൾ ബൗളെടുക്കുക. അതിനുശേഷം കോഫി പൗഡർ വേണം. ഇതാണ് ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരിക. അതിനുശേഷം മെയിനായിട്ട് വേണ്ടത് പാലാണ്. അത് നമുക്ക് ഏത് പാല് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് പാല് വേണമെങ്കിലും എടുക്കാം. അതിന് പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ആദ്യം. അത് കുറച്ച് കളഞ്ഞായിരുന്നു, അത് നിങ്ങൾ നോക്കണ്ട. അതിനുശേഷം പാല് ഒഴിച്ചു കൊടുക്കുക, അളവിന് എത്രയാണ് ഇത്തിരി. അതിനുശേഷം കോഫി പൗഡർ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് തട്ടണം, അത്രയും തട്ടുക. അതിനുശേഷം നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മാത്രം മതി. കൂടുതലൊന്നും ഇടല്, ജസ്റ്റ് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. അതിന് കണക്കായ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി അത് നല്ല രീതിയിൽ അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാണാം അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേറെ കൂടുതലൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്തായാലും മുഖം കഴുകണം. മുഖം കഴുകി ഫേസ് വാഷ് ഇട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയ സാധനമുണ്ട്, ഡെർമാക്കോ. അത് വെച്ച് മുഖം കഴുകിയിട്ട് വേണം നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യാൻ. ഞാൻ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഫേസ് വാഷ് ഇട്ട് നോർമലി കഴുകി നല്ല രീതിയിൽ ഡാമ്പ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പ്രോസീജിയർ. എന്തായാലും ഞാൻ ഒന്ന് മുഖം കഴുകിയിട്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞാൻ അത് പുരട്ടാൻ പോവുക. അത് കാണിച്ചു തരാം. അപ്പം ഗൈസ്, മുഖം ഇപ്പോൾ കഴുകി ഞാൻ നല്ല ഡാമ്പ് ചെയ്തിട്ട് വന്നിരിക്കുക. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ അതുവരെ നിങ്ങൾ കണ്ടു കാണും. അതിനുശേഷം ഇപ്പോൾ എല്ലാം സെറ്റായി. ഇപ്പോൾ നിങ്ങൾക്ക് മുഖത്തിൻ്റെ ഇത് നോക്കാം. അത് ഞാൻ ജസ്റ്റ് അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഇത് ഞാൻ ഇതാക്കുന്നുമില്ല. ഇനി ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്യും. പിന്നെ നൈറ്റിൽ എന്തൊക്കെ ക്രീം ഇടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാം നാച്ചുറലാണ്. ഞാൻ വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതിൻ്റെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അല്ലാതെ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കയ്യിലുള്ളത് അത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. എനിക്ക് തന്നെ നിങ്ങൾ കണ്ടു കാണും. ഇതിൽ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് കോഫി പൗഡർ, പാല്, പിന്നെ വേണമെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ഇടാവും. അത് കൂടുതലൊന്നും ഇടല്, അത്ര ഇടുക. എന്നിട്ട് നിങ്ങളൊന്ന് പുരട്ടുക. ഞാൻ വെച്ച സമയം ഞങ്ങൾ നിങ്ങൾ കാണിച്ചിരുന്നില്ല. 15 മിനിറ്റാണ് ഞാൻ വെച്ചിരുന്നത്. 15 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ആ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും വന്ന് മുഖം നല്ല രീതിയിൽ കഴുകണം. അപ്പോൾ ഫേസ് വാഷ് ഇടല്. ആദ്യം ഫേസ് വാഷ്, അതിനെ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഫസ്റ്റ് ഫേസ് വാഷ് ഒന്നുകൂടെ ഡീറ്റെയിൽ പറയണമെന്നേ ഉള്ളൂ. ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യണം. എന്നിട്ട് പൂർണ്ണമായി അത് ക്ലീൻ ചെയ്തതിന് ശേഷം
ആ സാധനം ഒന്ന് 15 മിനിറ്റ് പുരട്ടി കൊടുക്കണം. അതിനുശേഷം അതൊന്ന് നല്ല രീതിയിൽ കഴുകി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഉടനെ തന്നെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല, ഉടനെ ഒന്നും വരില്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ മേ ബി 2 പ്രാവശ്യം ഇടാം, അല്ലെങ്കിൽ 1 പ്രാവശ്യം ഇട്ടാൽ മതി ആഴ്ചയിൽ. അത് നിങ്ങളാ ഇതുപോലെ ഇരിക്കും. എന്തായാലും ഉടനെ ഒന്നും വരില്ല, ഒരു 2, 3, 4 മാസം കഴിഞ്ഞ് പയ്യെ ആകുമ്പോഴേക്ക് റിസൾട്ട് വരും. ആ റിസൾട്ട് ഞാൻ കുറേ നാളത്തേക്കുള്ളതാണ്. എനിക്കൊക്കെ നല്ല ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ നല്ല മെലനിനുണ്ട്. അത് കാരണം ഞാൻ പിന്നെ വെളിരാജ്യത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ഇത്തിരി കളർ ചേഞ്ചൊക്കെ വരാൻ തുടങ്ങിയത്. തണുപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അടിച്ചിട്ടും കൂടെയാണ് ഞാൻ ഇത്രയും മാറിയത്. ചെയ്തത് ഞാൻ ചെയ്യാറുണ്ട്, അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച്. പിന്നെ മെയിനായിട്ട് അതാണ് കാരണം. അത്ര സമയം എടുക്കും, ബിക്കോസ് അത് ഉടനെ മാറുന്ന സംഭവങ്ങളൊന്നുമല്ല. അത് നിങ്ങൾക്ക് ആദ്യം എൻ്റെ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുമാത്രം കളർ കുറഞ്ഞിട്ടുള്ള ആളായിരുന്നു. നല്ല കറുത്തിട്ടായിരുന്നു ഞാൻ ഫുൾ. അപ്പം അതിൽ നിന്ന് ഞാൻ ഇത്രയെങ്കിലും മാറിയെങ്കിൽ അത് നിങ്ങൾക്കും അത് സാധിക്കും. നിങ്ങൾ അത് എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം, ഇത് എന്തെങ്കിലും ആയോ ഇല്ലയോ. എല്ലാം ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്, ഇല്ലെങ്കിൽ ഞാൻ വേറൊരു ഇതും കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ അറിയിക്കുക, ബിക്കോസ് ഇത് ഉടനെ ആവില്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ കരുതിയിരിക്കുക. പിന്നെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫുള്ള് കിട്ടുള്ളൂ. ലാസ്റ്റ് വരെയാണ്, ഇതിപ്പോൾ ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്, എന്നാലേ നിങ്ങൾക്ക് ഇതുവരെ കിട്ടുള്ളൂ. ഞാൻ എന്തായാലും ആദ്യം കൂടെ അത് അറിയിക്കാം. കാരണം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊരു റിസൾട്ട് ഉറപ്പായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഫോട്ടോ എന്തായാലും തമിഴിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസമാണ് ഞാൻ ഇപ്പോൾ തന്നെ ഉള്ളത്. എന്തായാലും നിങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.